കോട്ടയത്ത് വെള്ളപ്പൊക്കം രൂക്ഷമാണ്. ഓക്കെ. ഹോസ്റ്റലിൽ കുടുങ്ങിയ കുട്ടികളെയൊക്കെ ഫയർഫോഴ്സ് ഇപ്പോൾ രക്ഷിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ, പാലായിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടാണല്ലോ. ഹോസ്റ്റലിൽ കുടുങ്ങിയ കുട്ടികളെയൊക്കെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭയം തോന്നുന്നു. എന്താണ് പാലയിൽ സംഭവിക്കുന്നത്? പാലായിൽ ഇപ്പോൾ വെള്ളക്കെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ കുടുങ്ങിയിരുന്ന ഞാനിപ്പോൾ നിൽക്കുന്നത് പാല സെൻറ് തോമസ് കോളേജിന് തൊട്ടടുത്താണ്. ഈ കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണ്. അവർക്ക് വീട്ടിലേക്ക് ഹോസ്റ്റൽ സുരക്ഷിതമാണ്. അവർക്ക് വീട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി അവരെ ഇപ്പോൾ ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ട് അവർ ഈ റോഡ് മുഴുവനെല്ലാം ഇത്തരത്തിൽ വെള്ളത്തിൽ മൂടിക്കിടക്കുന്നതിനാൽ ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ആ കുട്ടികളെ ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുകയാണ്. അവരെ ഇപ്പോൾ ഈ ബോട്ടിൽ, ഫയർഫോഴ്സിൻ്റെ ഈ ബോട്ടിലെത്തി അവരെ ഇപ്പോൾ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 5 പെൺകുട്ടികളാണ് ആ ബോട്ടിലുള്ളത്. അവർ ഹോസ്റ്റൽ അധികൃതരും പെൺകുട്ടികളും ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇവരെ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തി അങ്ങോട്ട് പോയത്. റോഡ് മുഴുവൻ തന്നെ വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇവിടെ നിരവധി ഹോസ്റ്റലുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ 6 പെൺകുട്ടികളുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെല്ലാം ആ ഹോസ്റ്റലിൽ കുടുങ്ങിക്കിടക്കുക വീട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയായിരുന്നു എത്തിയത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഈ ബോട്ടിൽ ആണ് എത്തിച്ചത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി നമ്മുടെ ചെറിയ സാർ, ഇത് എവിടെ നിന്നായിരുന്നു കുട്ടികൾ? മഹാദേവ ഹോസ്റ്റല്. അവർക്ക് ഇന്ന് രാവിലെ വീട്ടിൽ പോകാൻ വേണ്ടി, അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടിയാണ്. അപ്പം പിള്ളേർക്ക് ഫുഡും വെള്ളവും ബുദ്ധിമുട്ടായി. അതുകൊണ്ട് അവർ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നലെ മുതൽ നമുക്ക് കുട്ടികൾ ചേരുകയാണ്. ഹോസ്റ്റലിൽ പ്രശ്നമുണ്ടോ? കുടുങ്ങിക്കിടക്കണോ? ഹോസ്റ്റലിൽ വെള്ളം കയറിയിട്ടുണ്ടോ? ഇല്ല, ഹോസ്റ്റലിൽ വെള്ളം കയറിയില്ല. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ളൊരു വീട് എവിടെയാണ്? ഞങ്ങൾ കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ഭാഗത്തുനിന്നുള്ളവരാണ്. വീട്ടിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതാണ് ആ കുട്ടികളാണ് ഇപ്പോൾ അവരോടൊപ്പം. അവരിപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ഭാഗത്തു നിന്നുള്ള കുട്ടികളൊക്കെയാണ് വരുന്നത് എന്നാണ് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ചേർന്നു. അവിടെ ഹോസ്റ്റലിൽ സുരക്ഷിതമായിട്ടുള്ള ഹോസ്റ്റലിൽ സുരക്ഷിതം വെച്ചാൽ അതിൻ്റെ ചുറ്റുമുള്ള വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ അവർക്ക് പുറത്തേക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവർ ട്രെയിനിൽ ദൂരയാത്രയ്ക്ക് ആയിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ നമ്മുടെ ഫയർഫോഴ്സിൽ വിളിക്കുകയും അവർ നമ്മുടെ സേവനം അവർ ചോദിക്കുകയാണ് ചെയ്തത്. നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വണ്ടികളിൽ ഇങ്ങനെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ടീം എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് അപ്പോൾ അവരെ രക്ഷപ്പെടുത്തി ഇപ്പോൾ അവർ ഇപ്പോൾ അത് ഫയർഫോഴ്സിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കൂടി നമ്മുടെ ചേരി നേരത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ മറ്റിടങ്ങളിലെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഇന്നിപ്പോൾ എത്ര ഇടങ്ങളിൽ ഇപ്പോൾ റെസ്ക്യൂ നടത്തി കഴിഞ്ഞു? പാലാ മേഖലകളിൽ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം രാവിലെ ഒരു വണ്ടി വെള്ളത്തിൽ കുടുങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ ഇപ്പം 2 ഇടത്തുനിന്ന് നമ്മൾ ഒരു സിസ്റ്റർ വീണ് ആശുപത്രി എത്തിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ബോട്ടിറക്കി അവരെ കരക്കി കൊണ്ടുവന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നെ ഈ കുട്ടികൾക്ക് ഇപ്പം വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് വെള്ളതായതുകൊണ്ട് ആ കുട്ടികളെ കരക്കെത്തിച്ചു. ഇതാണ് ഇപ്പോൾ ഇതിന് പോകുന്നതായിട്ട് അവിടുത്തെ ഓക്കെ. അവിടെ നിരവധി കുട്ടികൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ അവർ ഹോസ്റ്റലിലെല്ലാം സുരക്ഷിതമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സിൻ്റെ ഈ കടുത്തിരുത്തിയിൽ നിന്നുള്ളൊരു ടീമാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും നമുക്ക് അങ്ങോട്ട് കൂടി യാത്ര ചെയ്യാം. ഇപ്പോൾ എന്തായാലും ആ 6 കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സിനെ ബന്ധപ്പെടുകയും പിന്നീട് ഇത്തരത്തിൽ കൊണ്ടുപോവുകയും ചെയ്ത് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഭയാനകമായ ദൃശ്യങ്ങൾ തന്നെയാണ്. പാലയിൽ വെള്ളക്കെട്ടൊഴിയുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കാനുള്ളത്. ഹോസ്റ്റലിലടക്കം കുട്ടികളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. എന്തായാലും ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഏകോപിപ്പിക്കുകയാണ്. മിഥുൻ അയ്യപ്പനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.